മക്കളെ, ഇവിടെ നമ്മളൊരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നിന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ആ പിക്ചർ നോക്കിക്കൊണ്ട് വേണം ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാൻ. ഇവിടെ ഇൻ ഈച്ച് പിക്ചർ, നമ്മൾ ഓരോ പിക്ചറിലും 2 പിക്ചർ തന്നിട്ടുണ്ട്. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഷോൺ. ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൻ്റെ ഈ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ, ആ സെൻറ്ററിൽ വരുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പം ഈ സർക്കിളിൻ്റെ സെൻറ്റർ, ഈ സെൻറ്ററിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ചുവടെയുള്ള ചിത്രങ്ങളിൽ വൃത്തത്തിലെ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്രകോൺ, അതായത് സെൻറ്ററിലുള്ള കോണ്, അത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ദി ആംഗിൾസ് വിച്ച് ആർ മേക്സ് അറ്റ് ദി സെൻറ്റർ അതർ 2 പോയിന്റ്സ്. അതായത് നമുക്ക് ഓരോ ചിത്രത്തിലും ചാപം വൃത്തത്തിൻ്റെ മറ്റ് 2 ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണുകൾ കണക്കാക്കുക. വളരെ ഈസിയാണ്. നമുക്കറിയാം, ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം, അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിള് അതിൻ്റെ പകുതിയാണ് അടുത്ത ആർക്കിൽ ഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ആരം, ഈ ഒരു ചാപം അല്ലെങ്കിൽ ഈ ഒരു ആർക്ക്, അത് സെൻറ്ററിൽ എത്രയാണോ ഫോം ചെയ്യുന്നത് അതിൻ്റെ പകുതിയായിരിക്കും അടുത്ത ചാപത്തിൽ അല്ലെങ്കിൽ അടുത്ത ആർക്കിൽ ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളും കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് 100 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ആ 100ൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ. പക്ഷെ ഇവിടുത്തെ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഒരു ടോട്ടൽ ആംഗിൾ, ഈ ടോട്ടൽ ആംഗിൾ 360 ആണെന്ന് നമുക്കറിയാം. ഇതിൽ 100 വന്നെങ്കിൽ ഈ പോർഷൻ 260 ആയിരിക്കും, 260 ആയിരിക്കും. അതായത് ഇത്രയും പോർഷൻ നമ്മളിവിടെ പറയുവാണ് AOB. ഈ AOB എന്ന് പറയുന്ന പോർഷൻ 100 ആണെങ്കിൽ നമുക്കിത് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഈ AOB തിരിച്ച് റിഫ്ലക്സ്, അതിനെ നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഒരാംഗിളിൻ്റെ അപ്പുറത്ത് വരുന്നതിനെ നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പം ഇത് 360 നിന്നും ഈ 100 പോയാൽ 260 ആയിരിക്കും ഈ ആംഗിൾ. അപ്പം തീർച്ചയായിട്ടും ഈ ആംഗിൾ എത്രയായിരിക്കും? ആ 260ൻ്റെ പകുതി, അതായത് 130 ആയിരിക്കും ഈ കാണുന്ന ആംഗിൾ. ഇത്രയേ ഉള്ളൂ. നമുക്ക് എവിടെയാണോ ആംഗിൾ വരുന്നത്, സെൻറ്ററിൽ വരുന്നതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ കാണുന്നത്. അപ്പം ഇത് കാണാൻ വേണ്ടി ഈ ആംഗിൾ കണ്ടിട്ട് അതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മക്കൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഇവിടെയാണ് 240. അപ്പം തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്ന ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പം 240ൻ്റെ പകുതി 120 ആയിരിക്കും ഈ കാണുന്ന ആംഗിൾ, ക്വസ്റ്റ്യൻ മാർക്കിൽ. പക്ഷേ ഇതെത്രയായിരിക്കും? നമുക്കറിയാം, ഇത് 240 ആയതുകൊണ്ട് 360 നിന്നും 240 പോയാൽ ഇത് 120 ആയിരിക്കും. ഈ കാണുന്ന ആംഗിൾ 120 ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ സെൻറ്റർ, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, നമുക്ക് ഈ ആംഗിളിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ ഇത് 60 ആയിരിക്കും. കാരണം ഇത് 120 ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഇവിടെ വരും. ഇത് 240 ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി ഇവിടെ വരും. അതായത് 240ൻ്റെ പകുതി 120. അപ്പം ഇവിടെ 120 വരും, ഇവിടെ 60 വരും. ഇനി ഇതല്ലാത്ത സാറ് വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. മക്കളെല്ലാവരും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് കേട്ടിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിനകത്ത് ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ, സർക്കിളിൻ്റെ അകത്ത് ഈ രീതിയിൽ ഒരു ക്വാഡ്രിലാറ്ററൽ അതിൻ്റെ 4 ആംഗിൾസും ഈ സർക്കിളെ ടച്ച് ചെയ്തിരുന്നാൽ
അതിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആയിരിക്കും. എക്സ് വൈ, ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180 ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ പ്ലസ് ബി 180 ആയിരിക്കും. നമുക്ക് അങ്ങനെയും ഈ ആംഗിൾ കണ്ടുപിടിക്കാം. സി, ഇവിടെ നോക്കിയേ, ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. സാറ് പറഞ്ഞ പോലെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ ടോട്ടൽ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആയതുകൊണ്ട് നമുക്കറിയാം ഇത് 120 ആയി കഴിഞ്ഞാൽ ഇത് 120 ആണ്. പിന്നെ നമുക്കിത് കിട്ടണമെങ്കിൽ 180യിൽ നിന്നും 120 കുറച്ചാലും ഈ 60 കിട്ടും. ഇനി അതല്ല, ഇത് 60 ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചെങ്കിൽ 180യിൽ നിന്ന് 60 കുറച്ചാൽ നമുക്ക് 120 കിട്ടും, ഈ ആംഗിൾ കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ നോക്കിയേ, ഇവിടുത്തെ ആംഗിൾ നമുക്ക് സി, ഇത് 100 ആണ്. അപ്പം ഇതിൻ്റെ പകുതി നമുക്കിത് 50 കിട്ടി. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. എ ബി സി ഡി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ആംഗിളും ആംഗിൾ സിയും ആംഗിൾ എയും കൂടി ടോട്ടൽ 180 ആണ്. അപ്പം ഈ 180യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 180യിൽ നിന്നും ഈ 50 കുറച്ചാൽ നമുക്കിത് 130 എന്ന് കിട്ടും. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോലെ ഇത് 260, 360 മൈനസ് 100, 260 എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്താലും ഇത് 130 എന്ന് കിട്ടും. അതല്ല, സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 180 മൈനസ് 50 ഇട്ടാലും 130 കിട്ടും. അങ്ങനെ 2 രീതിയിലും നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റും. മക്കളെല്ലാവരും സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് എല്ലാം ഷെയർ ചെയ്യണം.